നിരവധി ട്രോളുകൾക്കും പരിഹാസ്യങ്ങൾക്കും കാരണമായാണ് F-35B മടക്കത്തിന് ഒരുങ്ങുന്നത്. കേരളം സുന്ദരമായ സ്ഥലമാണ്, എനിക്ക് ഇവിടം നിന്ന് മടങ്ങാൻ തോന്നുന്നില്ല എന്ന പരസ്യവാചകത്തോടെ F-35 ഉപയോഗിച്ച കേരള ടൂറിസം പരസ്യങ്ങൾ വരെ ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെ ചെറുതും വലുതുമായ കമ്പനികളെല്ലാം F-35Bയെ പരസ്യത്തിനായി അങ്ങ് ഉപയോഗിച്ചു. ആഴ്ചകളോളം വെയിലും മഴയും കൊണ്ട ശേഷമാണ് UK-യിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം വിമാനത്തെ ഒടുവിൽ ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി തുടങ്ങിയത്. ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35B വിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത്. ഇതിനിടെയാണ് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറ് സംഭവിക്കുന്നത്. വിമാനവാഹിനി കപ്പലിൽ നിന്ന് 2 എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ എത്തിയെങ്കിലും തകരാറ് പരിഹരിക്കാൻ സാധിച്ചില്ല. പിന്നീട് ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധരെത്തി വിമാനം ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയായിരുന്നു. ഏത് രാജ്യവും സ്വന്തമാക്കാൻ കൊതിക്കുന്ന F-35B പോർ വിമാനം ജൂൺ 15 മുതൽ മഴയും വെയിലുമേറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രദർശന വസ്തു പോലെ കിടക്കുകയായിരുന്നു. ഇന്ത്യയിൽ ലഭിച്ച സുരക്ഷയിലും രഹസ്യങ്ങൾ ചോർത്തില്ല എന്ന വിശ്വാസത്തിലും തന്നെയാണ് ബ്രിട്ടനും അമേരിക്കയും അപ്പോഴും ആത്മവിശ്വാസത്തിൽ തുടർന്നത്. F-35Bക്ക് സംഭവിച്ച ഗതികേടിനെ കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ അടക്കം ചോദ്യം ഉയർന്നപ്പോൾ ഒരു ശത്രു രാജ്യത്തായിരുന്നു ഈ ലാൻഡിംഗ് നടന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചർച്ചകൾ പോലും ഉണ്ടായി. അവിടെയായിരുന്നു ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നേരും നെറിയും വീണ്ടും ചർച്ചകളിലെത്തിയത്. ശത്രുവിന്റെ റഡാർ കണ്ണുകളെ പോലും വെട്ടിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ളതാണ് ഈ ഒരു വിമാനം. ഈ യുദ്ധവിമാനം മറ്റൊരു രാജ്യത്ത് അതും ഇത്രയും ദിവസങ്ങൾ തുടരുക എന്നത് തന്നെ ലോകമാകമാനമുള്ള പ്രതിരോധ വിദഗ്ധരുടെ ചർച്ചകളിൽ നിറഞ്ഞ വലിയ സംഭവമായിരുന്നു. ആ യുദ്ധവിമാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാനാകാതെ തിരിച്ച് സ്വന്തം രാജ്യത്ത് എത്താനായാൽ അത് ഇന്ത്യക്കും അഭിമാനിക്കാനാകുന്ന ഘടകമാകും.